പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നിർമ്മിച്ച ഒരു വീടാണ്. ഇതാ ഇവിടെ ഈ വീട് നമുക്ക് കാണാം. വലിയൊരു ബോർഡാണ്, വലിയ ബോർഡ്. കേരളത്തിലൊക്കെ വെക്കണം എന്ന് പറഞ്ഞത് ഇതേപോലുള്ള ബോർഡാണ് എന്ന് തോന്നുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തട്ടിപ്പ് പരിപാടിയാണ്. പഠിച്ചിട്ടില്ല, ഈ ജോലി ചെയ്യാനുള്ള ഒന്നും പഠിച്ചിട്ടില്ല. അതില്ലാതെ തട്ടിപ്പ് പരിപാടി ചെയ്യണം. ഗയ ജില്ലയിലെ സുമിയ എന്ന ഗ്രാമത്തിലാണ് മോട്ടോർ സൈക്കിൾ ഡയറി ഇപ്പോഴുള്ളത്. എനിക്ക് പിറകിൽ ഈ കാണുന്നത് ഈ ഗ്രാമത്തിലെ ഡോക്ടറും അദ്ദേഹത്തിന്റെ ചെറിയ പരിശോധനാ കേന്ദ്രവുമാണ്. ഈ ഗ്രാമത്തിലെ അംഗനവാടിയാണ് മോട്ടോർ സൈക്കിൾ ഡയറി ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് അംഗനവാടി. ഒരു എരുമേനെ കെട്ടിവെച്ചിട്ടുണ്ട്. ഇത് അംഗനവാടിയാണ്. ഇവിടെ പണ്ടപ്പോഴോ വരച്ച കുറച്ച് ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ ഇതിനകത്ത് ആരോ സിമെന്റ് ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മൂക്ക് പൊത്താതെ ഇതുകൂടെ മൂക്ക് പൊത്താതെ ഇതുവഴി നടക്കാൻ കഴിയില്ല. ചാതേജി ഇതറിയേ सुबह कितना बजे? 3 बजे 4 बजे आते हैं, आदमी जाते हैं. പുറത്തേക്ക് 3 മണിക്കും 4 മണിക്കും എണീറ്റ് കക്കൂസിന് പോകാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് പുലർച്ചയ്ക്ക് കക്കൂസിന് പോകാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ട് പുലർച്ചയ്ക്ക് 4 മണിക്കോ. ഈ വീടുണ്ടാക്കാൻ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ആകെ ലഭിച്ചത് 2 ലക്ഷം രൂപ. അതിൽ 50,000 രൂപയാണ് കൈക്കൂലിയായി കൊടുക്കേണ്ടി വന്നത്. കൊടുത്തതല്ല, അവരെടുത്തതാണ്. ഇതാണ് ബീഹാറിലെ പലയിടത്തെയും അവസ്ഥ. മാത്രവുമല്ല, 2 ലക്ഷം രൂപയ്ക്ക് എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യന് ഇവിടെ ഒരു വീട് പൂർത്തിയാക്കാൻ കഴിയുക എന്ന ചോദ്യവുമുണ്ട്. ആ ഘട്ടത്തിലാണ് നല്ല മാതൃകകൾ നമുക്ക് മുന്നിലുള്ളത്. ആ മാതൃകകൾ ബീഹാറിലും പകർത്താൻ കഴിയട്ടെ.